ഹായ് നമസ്കാരം. എല്ലാവർക്കും AKS ടെക് ഇൻഫോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്തൊക്കെ ജോലി അവസരങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്, അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ടെക് മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ആഗോള തൊഴിൽ വിപണിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ കേവലം ഒരു സാങ്കേതിക പരിണാമം മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനർനിർമ്മാണമാണ്. നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന വിദ്യാഭ്യാസ രീതികളും കരിയർ പ്ലാനിങ്ങും പാടയെ മാറാൻ പോവുകയാണ്. ഈ വിപ്ലവത്തിൻ്റെ ചാലക ശക്തിയായി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മൾ ചാറ്റ് ബോട്ടുകൾ, അതുപോലെ തന്നെ ChatGPT, ജെമിനി ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ്. എന്നത് നമ്മൾ കാണുന്നത് പോലെ ചാറ്റ് ബോട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് എല്ലാ തൊഴിൽ മേഖലേൻ്റെയും DNA തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാശക്തിയാണ്. ഇനി അവിടെ എന്തൊക്കെ തരത്തിലുള്ള തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. മനുഷ്യ സഹജമായ വികാരങ്ങളും തമാശകളും സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഡിജിറ്റൽ സിസ്റ്റങ്ങളിൽ ഉൾച്ചേർക്കുന്ന പേഴ്സണാലിറ്റി ഡിസൈനർമാർക്ക് ഭാവിയിൽ വലിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മനുഷ്യനും മെഷീനും തമ്മിലുള്ള ദൂരം കുറയ്ക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതോടൊപ്പം തന്നെ സിസ്റ്റങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നീതിയുക്തമാണെന്ന് പരിശോധിക്കുന്ന എത്തിസിസ്റ്റുകളുണ്ടാവും. അതേപോലെ തന്നെ അൽഗോരിതം ബയാസ് ഓഡിറ്റർമാരുണ്ടാവും. അവർ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് അവരാണ്. കാരണം എയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എന്തൊക്കെ തീരുമാനങ്ങളാണ് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു വെക്കണം. സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ അത് മനുഷ്യരാശിക്ക് ഭീഷണിയാകാതിരിക്കാൻ വേണ്ടി ജനറേറ്റീവ് സേഫ്റ്റി എഞ്ചിനീയർമാർ ലബോറട്ടറികളിൽ അഹോരാത്രം പണിയെടുക്കേണ്ടി വരും. പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ മെരുക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു വലിയ തൊഴിൽ സേന തന്നെ അടുത്ത ദശകത്തിൽ രൂപപ്പെട്ടു വരും. ഭൂമിയിലെ വിഭവങ്ങളുടെ പരിമിതി തിരിച്ചറിയുന്നതോടെ മനുഷ്യൻ തൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ ബഹിരാകാശത്തേക്കും വ്യാപിപ്പിക്കും. അടുത്ത ഒരു 10 കൊല്ലത്തിനുള്ളിൽ ബഹിരാകാശം എന്ന് വെറുമൊരു പരീക്ഷണശാലയല്ല, മറിച്ച് കോടാനുകോടി ഡോളറുകൾ മൂല്യമുള്ള ഒരു വലിയ വിപണിയാണ്. ഇപ്പം നമുക്ക് പല മൂലകങ്ങളും നമ്മൾ ഭൂമിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ക്ഷുദ്രഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന അപൂർവ ലോഹങ്ങൾ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ആസ്ട്രോയിഡ് മൈനിങ് തന്നെ വരും കാലത്ത് ഏറ്റവും ലാഭകരമായ വ്യവസായം മാറും. പ്രധാനമായും ഗോൾഡ്, ലിഥിയം ഇതുപോലുള്ള മൂലകങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ പോയിട്ട് ഖനനം ചെയ്തെടുക്കുന്നത്. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഖനന റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന എഞ്ചിനീയർമാരായിരിക്കും ചിലപ്പോൾ ഭാവിയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ഉണ്ടാകാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ സ്പേസ് ടൂറിസം, നമുക്കറിയാം ഇന്ന് നമ്മൾ ടൂറുകൾ പോകുന്നത് ഭൂമിയിലെ തന്നെ പല സ്ഥലങ്ങളിലേക്കാണ്. പക്ഷേ ഭാവിയിൽ നമ്മൾ ടൂർ പോകാൻ പോകുന്നത് സ്പേസിലേക്കായിരിക്കും. സ്പേസ് ടൂറിസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ ബഹിരാകാശത്തെ ഹോട്ടലുകൾ സജീവമാകും. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരും ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരും ഒരുപാട് ആവശ്യമായി വരും. ചന്ദ്രനും ചൊവ്വയിലും മനുഷ്യവാസം തുടങ്ങുന്നതോടെ അവിടുത്തെ കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എക്സോ പ്ലാനറ്റ് ആർക്കിടെക്റ്റുകളുടെ ആവശ്യം വരും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ബഹിരാകാശത്തെ മാലിന്യങ്ങൾ. അവിടുത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന സ്പേസ് ഡെബ്രിസ് മാനേജ്മെൻറ്റ് വിദഗ്ധർ പ്രപഞ്ചത്തിൻ്റെ പരിസ്ഥിതി കാവൽക്കാരായിട്ട് മാറാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഭൂമിയിലെ നിയമങ്ങൾ ഇപ്പോൾ ബഹിരാകാശത്ത് ബാധകമല്ലാത്തതിനാൽ ഗാലക്റ്റിക്കൽ നിയമങ്ങൾ പഠിപ്പിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പുതിയ അഭിഭാഷകരുടെ ഒരു നിര തന്നെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് നോക്കാം. ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ അനുഭവം പാടെ മാറ്റിക്കൊണ്ട് തന്നെയാണ് വിർച്വൽ റിയാലിറ്റിയും മെറ്റാവേഴ്സും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വെറും സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിലേക്ക് ചെന്ന് ജീവിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ നഗരങ്ങൾ, ഓഫീസുകൾ, വിനോദ കേന്ദ്രങ്ങളിൽ നിന്ന് 0 മുതൽ പണിതുയർത്തുന്ന മെറ്റാവേഴ്സ് ബിൽഡർമാർ നാളത്തെ നഗരത്തിൻ്റെ ആസൂത്രകരായിട്ട് തന്നെ മാറും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഭൂമിയും ഡിജിറ്റൽ അസറ്റുകളായി മാറുന്നതോടെ അവയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കാൻ പ്രത്യേക നിയമവിദഗ്ധരിന് വേണ്ടി വരും. വിർച്വൽ ലോകത്ത് നമുക്ക് സ്പർശവും മണവും അനുഭവമാക്കുന്ന ഹാപ്റ്റിക് ഇൻ്റർഫേസ് ഡിസൈനർമാർ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കും. അതൊരു വലിയ തൊഴിലവസരമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഡിജിറ്റൽ അവതാറുകൾ നിർമ്മിക്കുന്ന ഡിസൈനർമാർ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാനാണ് പോകുന്നത്. നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷണം എന്ന കേവലം ഒരു മുദ്രാവാക്യമല്ലാതെയും അത് ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദായകരായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം തടയാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലെ കാർബൺ വലിച്ചെടുത്ത് അത് ഇന്ധനമോ സിമൻറ്റോ ആക്കി മാറ്റുന്ന കാർബൺ ക്യാപ്ചർ പ്ലാന്റുകൾ ലോകമെമ്പാടും ഉയരാനാണ് പോകുന്നത്. ഇനി ഇത് കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് വലിയ ഡിമാൻഡാണ് ഉണ്ടാകാൻ പോകുന്നത്.
പെട്രോളിയം ഇന്ധനങ്ങൾക്ക് പകരമായി ഗ്രീൻ ഹൈഡ്രജൻ വികസിപ്പിക്കുന്ന എഞ്ചിനീയർമാരും ഇലക്ട്രിക് വാഹനങ്ങളുടെ വമ്പിച്ച ശൃംഖല നിയന്ത്രിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനർമാരും ഗ്രീൻ എക്കണോമിയിലെ ഒരു നട്ടലായിട്ട് മാറും. നഗരങ്ങളിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വെർട്ടിക്കൽ ഫാമിംഗ് വിദഗ്ധന്മാരുടെ ഒരുപാട് ആവശ്യമായി വരും. അതുപോലെ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്ന റീവെൽഡിംഗ് കൺസൾട്ടൻറ്റുകളും പ്രകൃതിയും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കാൻ പോകും. ആരോഗ്യരംഗത്താണ് അടുത്തൊരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യരംഗത്ത് മരുന്നുകൾക്ക് പകരം ഡാറ്റയും ജീൻ എഡിറ്റിംഗും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകും. മരണം എന്നത് അനിവാര്യമായ ഒന്നല്ലെന്നോ അത് കൃത്യമായ ഇടപെടലുകളിലൂടെ വൈകിപ്പിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക അവസ്ഥയാണെന്ന് ശാസ്ത്രം തിരിച്ചറിയും. 3D ബയോ പ്രിൻറ്റിംഗ് വഴി മനുഷ്യൻ്റെ ഹൃദയവും വൃക്കയും ഒക്കെ ലാബുകളിൽ നിർമ്മിച്ചെടുക്കുന്ന ഓർഗൻ ഡിസൈനർമാർ അവയവദാനത്തിനുള്ള നമ്മുടെ കാത്തിരിപ്പ് തന്നെ അവസാനിപ്പിക്കും. ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന പഠിച്ച് അവർക്ക് എപ്പോഴും അസുഖം വരാൻ സാധ്യതയുണ്ട് പ്രവചിക്കുന്ന ജനിതക ഉപദേഷ്ടാക്കൾ വരാൻ പോകുന്നു. ആയുസ് കൂട്ടാൻ സഹായിക്കുന്ന ലോഞ്ചറ്റിവിറ്റി കോച്ചുകൾ വരാൻ പോകുന്നു. ആരോഗ്യ പരിപാലന രംഗത്തെ സേവനദാതാക്കളായി ഇവരെല്ലാം ഇനി ഭാവിയിൽ മാറും. മനുഷ്യ ശരീരത്തിനുള്ള കടന്നു ചെന്ന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനോ മുറിവുകൾ ഉണക്കാനോ കഴിയുന്ന മൈക്രോ റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന നാനോ സർജന്മാർ ശസ്ത്രക്രിയകളുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കളയും. കൃത്രിമ അവയവങ്ങൾ തലച്ചോറും തമ്മിൽ ന്യൂറൽ ഇന്റർഫേസ് വിദഗ്ധർ അത് നമുക്കിടെ ഈ ഇലോൺ മസ്കൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമിട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡാറ്റ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനാണ് പോകുന്നത്. ഇതൊരു മറ്റൊരു മേഖലയാണ്. ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് വർഷങ്ങൾ വേണ്ടി വരുന്ന കണക്കുകൂട്ടൽ നിമിഷങ്ങൾക്കുള്ളിൽ തീർക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. ഇത് സൈബർ സുരക്ഷാ രംഗത്ത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതോടൊപ്പം ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫർമാരുടെ ഒരു വലിയ നിര തന്നെ സുരക്ഷാ കവചമായിട്ട് അതിനും ആവശ്യമായിട്ട് വരും. പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ, കാലാവസ്ഥാ പ്രവചനം എന്നിവയിൽ ക്വാണ്ടം സിമുലേഷൻ വിദഗ്ധർ വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിക്കും. നമുക്കറിയാം കാലാവസ്ഥാ പ്രവചനമൊക്കെ കൃത്യമായിട്ട് വരാത്തത് അത്രയ്ക്കും വലിയ ഡാറ്റകൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. പക്ഷെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് നടക്കും. വിദ്യാഭ്യാസം എന്നത് കോളേജിൽ തീർന്ന ഒന്നല്ലെന്ന് ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടേണ്ടിരിക്കുന്ന പ്രക്രിയയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും കരിയർ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന പേഴ്സണൽ ലേണിംഗ് മെൻറ്റർമാർ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായിട്ട് മാറും. നമ്മൾ മാറ്റങ്ങൾ കണ്ട് ഒരിക്കലും ഭയപ്പെടുകയല്ല, മറിച്ച് പുതിയ ആയുധങ്ങളുമായി ഭാവിയെ നേരിടുകയാണ് വേണ്ടത്. മെഷീനുകൾക്ക് ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത മനുഷ്യ സഹജമായ ക്രിയേറ്റിവിറ്റി, എമ്പതി, സഹാനുഭൂതി, ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്നിവ തന്നെയാണ് നമ്മുടെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മൂലധനം. സാങ്കേതിക വിദ്യ ഒരു ഭീഷണിയായല്ല, മറിച്ച് നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊരുത്തപ്പെടാനുള്ള കഴിവ്, അതായത് നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ പറയും. ഈ പുതിയ ലോകം അനന്തമായ സാധ്യതകളുടെ വാതിൽ തന്നെ തുറന്നു കൊടുക്കാൻ പോകുന്നത് ഇതൊക്കെ മാനേജ് ചെയ്യുന്നവർക്കായിരിക്കും. വരുന്ന 10 വർഷം എന്നത് വെല്ലുവിളികളുടേതല്ല, മറിച്ച് അറിവിനെ അധികാരമാക്കി മാറ്റാൻ കഴിയുന്ന ഏതൊരാൾക്കും ചരിത്രം കുറിക്കാനുള്ള സുവർണ്ണ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണാം.